എൻ്റെ പേര് ബാഹുലേനാണ്. ധനുച്ചുരം സ്വദേശിയാണ്. ദേശീയ കായികതരമാണ്. ഭീകരന്മാരുടെ ജമ്മു കാശ്മീരിൽ 8 വീടുകൾ ഭാഗികമായി തകർത്തു കഴിഞ്ഞു ഇന്ത്യ. സെല്ലാക്രമണത്തിലാണ് തകർത്തു കഴിഞ്ഞ്. ഇന്നലെ 6 വീടായിരുന്നു. ഇന്ന് വെളുപ്പാങ്കല 2 വീട് കൂടി ഭീകരന്മാരുടെ വീട് തകർത്തു കഴിഞ്ഞിരിക്കണമെന്ന് പറയാം. 26 വരെ ശ്രീനഗറിൽ കൊല്ലപ്പെട്ടത് ഇന്ത്യൻ സാധാരണപ്പെട്ടവരാണ് കൊല്ലപ്പെട്ടതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ സിന്ധു നദിയുടെ വെള്ളത്തിന് വലിയ പ്രശ്നം ഇപ്പോൾ നടക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് പോകുമെന്നതിന് തോന്നുന്നുണ്ടെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്ന ലൈവാണ് നമ്മളിപ്പോൾ നൽകുന്നത്. അതൊരു ചർച്ച നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ CRP ജവാനെ ഇതുവരെ വിട്ടിട്ടില്ല. കാശ്മീരിന് 30 മീറ്റർ അകലെ പോയതുകൊണ്ട് പിടിച്ചുകൊണ്ട് പോയ ജവാനെ ഇതുവരെ 2 ചർച്ചയിലും ഇതുവരെ വിട്ടിട്ടില്ലെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. അത് നടപടി എടുക്കുന്നുണ്ട്. പലയിടത്തും യുദ്ധം നടക്കാനുള്ള സാധ്യത, വെടിവെപ്പുകൾ നടക്കുന്നുണ്ടെന്ന് പറയും. 2 വീട് ഇന്ന് ഭാഗികമായാണ് ഭീകരന്മാരുടെ വീട് കാശ്മീരിൽ തകർത്തതെന്ന് നമുക്ക് പറയാം. ഇനിയും ബാക്കിയുള്ള വീണ്ടും തകർക്കാനാണ്, സെല്ലാക്രമണം തകർക്കാനാണ് തീരുമാനമെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയും ആണവ ചർച്ചകളും തുടരുന്നുണ്ട്. കരാറിൽ പാകിസ്ഥാൻ പറയുന്നുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്. അത്തരം നടപടി തന്നെ പോകുന്നുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ വെടിവെപ്പുകൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. പലരും ആശുപത്രിയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വെളുപ്പാങ്കാലമാണ് 2 വീട് കൂടി തകർത്തു കഴിഞ്ഞത്. ഇന്ത്യൻ സേന തകർത്തു കഴിഞ്ഞത്. ഭീകരന്മാരോട് എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയാണ് കാണുന്നത്. ഭീകരന്മാരുടെ സ്ഥലത്ത് ഇന്ത്യ സേന വളഞ്ഞിട്ടുണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നാവികസേന, കരസേന എല്ലാം വളഞ്ഞു കഴിഞ്ഞിരിക്കുന്നെന്ന്, പല ഭാഗത്തും വളഞ്ഞു കഴിഞ്ഞിരിക്കുന്നെന്ന് പറയാം. സിന്ധു നദി കൊടുത്തിൽ വലിയ പ്രശ്നത്തിലേക്ക് ഇന്ത്യയിലും പാകിസ്ഥാനിലും കൂടി ഒഴുകുന്ന നദിയാണ് സിന്ധു നദി. നമുക്ക് മനസ്സിലാക്കാം. അവിടുത്തെ പാകിസ്ഥാനിലെ കർഷകന്മാർ 80% ഈ വെള്ളമാണ് ഉപയോഗിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്തരം നടപടിയിലേക്ക് ഇന്ത്യ കൊടുക്കൂലെന്ന് തന്നെ ഇപ്പോഴും നമുക്ക് തെളിയുന്നുണ്ട്. അത്തരം കർശന നടപടി തന്നെ പോകുന്നുണ്ട്. 2 ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ചർച്ച നടത്തുമെന്ന് തന്നെ പറയുന്നുണ്ട്. അത്തരം ഇതിലേക്ക് തന്നെ പോകുന്നു. പല ഭാഗത്തും പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തിയിൽ കയറി വെടി ഉപയോഗിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അത്തരം നടപടി തന്നെ പാകിസ്ഥാൻ പോകുന്നുണ്ട്. ഭീകരന്മാരുടെ ഇന്ത്യ തുരത്തുമെന്ന് തന്നെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷമാണ് യുദ്ധത്തിലേക്ക് പോകുമെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ നടപടികളെല്ലാം ഇപ്പോൾ ക്യാമ്പുകളിൽ നടക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. രാവിലെ മുതൽ നടക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. ഇന്ത്യൻ സേന എല്ലായിടവും എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയാം. കർശന നടപടിയാണ് കൊടുത്തിട്ടുള്ള തിരിച്ചടിക്കാൻ വേണ്ടി ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അത്തരം നടപടി തന്നെ നമ്മൾ പോകുന്നുണ്ടെന്ന് പറയാം. ഇപ്പോഴും സെല്ലാക്രമണം പല ഭാഗത്തും തുടരുന്നു. ഭീകരന്മാരുടെ വീടുകൾ 8 വീടാണ് തകർത്തു കഴിഞ്ഞിരിക്കുന്നത്. ഇനിയും ഭീകരന്മാരുടെ വീടുകൾ എല്ലാം സെല്ലാക്രമണം തകർക്കുമെന്ന് തന്നെ പറയുന്നുണ്ട് ഇന്ത്യ. അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കും, യുദ്ധത്തിന്റെ തീരുമാനം ഒന്നും ആയിട്ടില്ല. അതിന്റെ നടപടി തന്നെ പോകുന്നുണ്ടെന്ന് തന്നെ ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്. ഈ ഭീകരന്മാരുടെ മാറ്റിയതിനു ശേഷമാണ് ജമ്മു കാശ്മീർ ജനങ്ങളുമായിട്ടുള്ള സഹകരണത്തെ സ്ഥിതിയിലേക്ക് വന്നതിന് ശേഷമാണ് തിരിച്ചടി രൂക്ഷമാകുന്നതെന്ന് പറഞ്ഞു. ഇപ്പോഴും ഭീകരന്മാർ എല്ലാ ഭാഗത്തേക്കും ഭീകരന്മാരെ പിടിക്കാൻ വളഞ്ഞു കഴിഞ്ഞെന്ന് ഇന്ത്യൻ സേന വളഞ്ഞു കഴിഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത്. ഇപ്പോഴും വിളികൾ കേൾക്കാം. പല സ്ഥലത്തു നിന്നും ബോംബ് പൊട്ടുന്ന വിളികളും പല സ്ഥലത്തു നിന്നും കേൾക്കാം. ഇന്ത്യയുടെ അതിർത്തിയിലൊക്കെ പാകിസ്ഥാൻ കയറി ആക്രമണം തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്. ഇന്ത്യയും അടിക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത്തരം നടപടി തന്നെ പോകുന്ന സ്ട്രോങ് ആയിട്ട് തന്നെ ഇന്ത്യ നിൽക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത്. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലയൻ.